ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം, നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു തരിക്കഞ്ഞിയുടെ റെസിപ്പിയാണ്. തരിക്കഞ്ഞിയൊക്കെ പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുക, പല നാട്ടിലും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പാലും പഞ്ചസാരയും ഉപയോഗിക്കാതെ തേങ്ങാപ്പാലും ശർക്കരയും ഉപയോഗിച്ച് തരിക്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ. നമ്മൾ തരിക്കഞ്ഞി ഏത് പാത്രത്തിലാണ് വെക്കാൻ ഉദ്ദേശിക്കണേ ആ പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇതുപോലെ സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ സേമിയ കൂടി പോകരുത് കേട്ടോ, ഇടയിൽ ഇങ്ങനെ കടിക്കാൻ പാകത്തിന് മാത്രം വളരെ കുറച്ച് സേമിയ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വറുക്കാത്ത സേമിയ ആയതുകൊണ്ടാണ് ഞാനിതൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പം നെയ്യ് ഒഴിച്ച് വറുത്തെടുക്കേണ്ടവർക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വറുത്തെടുക്കാം കേട്ടോ. പക്ഷേ ഇവിടെ ഉമ്മാക്ക് നെയ്യിൽ ടേസ്റ്റ് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ചേർക്കാതെ പ്ലെയിനായിട്ട് തന്നെ വറുത്തെടുക്കുന്നത്. അപ്പോൾ സേമിയ ഒന്നങ്ങ് ആയി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവ റോസ്റ്റഡ് റവ ആയിരുന്നു, എന്നാൽ പോലും ഒന്നങ്ങ് വറുത്തെടുക്കുന്നത് നല്ലതാണ്. എന്നാൽ അതിൻ്റെ കളറൊന്നും ഒരുപാട് ചേഞ്ചായി പോകാത്ത രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക. നമ്മുടെ സേമിയയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവുന്നത് വരെ മാത്രം, ചെറിയൊരു കളറാവുന്നത് വരെ മാത്രം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതാപ്പോൾ സേമിയ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2.5 കപ്പോളം ഉണ്ടാവും, 2-3 കപ്പോളം ഉണ്ടാവും തേങ്ങാപ്പാലാണ്. തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. റവ അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ റവയും സേമിയൊക്കെ അല്ലേ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെടുക്കുന്ന റവയ്ക്ക് അനുസരിച്ച് വേണം കേട്ടോ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് വല്ലാതെ അങ്ങോട്ട് കട്ടിയായി പോവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാ അപ്പോൾ നമ്മുടെ റവയൊക്കെ അത്യാവശ്യം നന്നായി കുറുകി വെന്ത് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2 ചെറിയ ശർക്കരയാണ് കേട്ടോ, 2 അച്ച് ശർക്കര ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ശർക്കര ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ശർക്കര ചേർക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉരുക്കി അരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ശർക്കരയിൽ വല്ല കരടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കാണൂലല്ലോ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുമ്പോൾ. ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞാൽ അതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ കളറ് ചേഞ്ചായി വരും. ഇതിലേക്ക് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഏലക്കായപ്പൊടി. ഒരു 1/4 ടീസ്പൂൺ ഏലക്കായപ്പൊടി ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷമാണ് ഞാൻ ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ 1.5 കപ്പ് 1ാം പാലാണുള്ളത്. 1ാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കട്ടിയുള്ള 1ാം പാൽ തന്നെ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ ഫ്ലെയിം കുറച്ച് വെക്കുക, എന്നിട്ട് ഇതുപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കാതെ വെച്ച് അത് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോവും. അപ്പോൾ കാണാനും ഭംഗി ഉണ്ടാവില്ല, അത് കഴിക്കാൻ ഒട്ടും ടേസ്റ്റും ഉണ്ടാവില്ലേ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയേ. തിളപ്പിക്കാൻ നിൽക്കരുത്, നമ്മൾ ഇളക്കാനും മറന്നു പോകരുത്. അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം അപ്പം തന്നെ ഓഫാക്കി വെക്കുന്നതിന് പകരം നമ്മൾ നല്ലപോലെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കി നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഓഫാക്കി വെക്കണം. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിടാം. അപ്പോൾ നെയ്യിലാണ് വറവിടുന്നത്, വളരെ കുറച്ച് മാത്രം നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയുള്ളി, മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ചേർത്തിട്ടാണ് വറവിടുക. പക്ഷേ ചെറിയുള്ളി ഒന്നും ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല, ചെറിയുള്ളി മുന്തിരി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇവിടെ മക്കൾക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത്. താല്പര്യമുള്ളവർക്ക് 2-3 കുഞ്ഞുള്ളിയും അതുപോലെ മുന്തിരി ഒക്കെ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ഈ നെയ്യിൽ വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ച് നെയ്യിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് കളർ ചേഞ്ചായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉമ്മാക്കുള്ള ഞാൻ അതിന്ന് മുക്കി മാറ്റി വെച്ച ശേഷമാണ് ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പും നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. തേങ്ങാപ്പാലും ശർക്കരയൊക്കെ അല്ലേ, ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസായിട്ട് പറയണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
എൻ്റെ വീഡിയോസിൻ്റെയൊക്കെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. കഴിഞ്ഞ വീഡിയോസ് എല്ലാം കണ്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാവണേ. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.